ആക്റ്റീവ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റിംഗ് ക്രിപ്റ്റോയിൽ ഹൈലി റിസ്ക്കിയാണ്. അതായത് 90% ഓർ 95% ഓർ ഈവൻ 99% ഓഫ് ക്രിപ്റ്റോ അസെറ്റ്സ് പുതിയത് വരുന്നത് ഒന്നല്ലെങ്കിൽ സ്കാമി ആയിരിക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു സ്റ്റാർട്ടപ്പ് ബേസ്ഡ് ആണ് അല്ലേ. അപ്പോൾ ഇത് ഒന്നും സർവൈവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഒരു വർഷം മുമ്പ് എടുക്കുകയാണെങ്കിൽ മീം കോയിൻസ് ആയിരുന്നു നറേറ്റീവ്. അപ്പോൾ മീം കോയിൻസ് എല്ലാവരും ആ സമയത്ത് തന്നെ മറ്റു AI കോയിൻസിൻ്റെ നറേറ്റീവ് ഉണ്ടായിരുന്നു. റിയൽ വേൾഡ് അസെറ്റ്സ്, അതായത് നമുക്ക് ഹൗസസ് ഒക്കെ ടോക്കണൈസ് ചെയ്തുകൊണ്ട് പോകുന്ന ക്രിപ്റ്റോ കോയിൻസിൻ്റെ ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഡീപ് പിൻ എന്ന് പറഞ്ഞിട്ടൊരു നറേറ്റീവ്, ഡീസെൻട്രലൈസ്ഡ് പിൻ നറേറ്റീവ്സ് ഉണ്ടായിരുന്നു, ഈ GPU എനർജി ഷെയറിങ് ഒക്കെ ആയിട്ടുള്ളത്. പക്ഷെ അതിൽ സക്സസ് ആയത് ഈ മീം കോയിൻ നറേറ്റീവ് മാത്രമാണ്. ഇനി അതിൽ തന്നെ ആ മീം കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത മീം കോയിൻസ് ഒക്കെ ഇപ്പോൾ സർവൈവ് ചെയ്യണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ട്രംപ് ഒരു മീം കോയിൻ ഇറക്കിയതായിരുന്നു അതിൻ്റെ പീക്ക്. ആ പീക്കിന് ശേഷം എല്ലാ കോയിൻസും താഴെ കിടക്കുകയാണ്. ഇപ്പോൾ ചിലതൊക്കെ അതിൽ ഈ പറയുന്ന പോലെ കമ്മ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള മീം കോയിൻസ് തിരിച്ചു വരുന്നുണ്ട്. അപ്പം 99%ഉം ഷോർട്ട് ടേമിൽ നിങ്ങളൊരു കോയിൻ നോക്കിയിട്ട് അത് പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99% ബിസിനസ്സുകൾ സക്സസ് ആവുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു കോയിൻ്റെ കേസും.